ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന വീഡിയോ നമ്മളെ 19ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ മക്കളെ, ഇന്നലത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കിയില്ലല്ലോ, ഞങ്ങൾ വീട്ടിൽ പോയി കേട്ടോ. ഇന്നലെ ഹോമിയോനെ കാണിക്കാണ്ടായിരുന്നു, പിന്നെ റേഷൻ കടയിൽ പോകാണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാണ്ടായി. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് കുട്ടീനെ അമ്മാൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ നിച്ചും മോനും കൂടി പോയി കേട്ടോ. റേഷൻ കടയിലേക്കും അതേപോലെ ഹോമിയോ ഡോക്ടറൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഇന്നലെ ക്ലബ്ബത്തെ നോമ്പ് തുറ. അപ്പം ഉമ്മ പറഞ്ഞാൽ ഉമ്മക്ക് അവിടെ നോമ്പ് തുറയുണ്ട്, പിന്നെ ഞാനും ഉമ്മാമയും ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ടൊന്നും നോമ്പ് തുറക്കൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. അപ്പം ഞാൻ പിന്നെ വൈകുന്നേരം ഇക്കാൻ്റെ ഒപ്പം പോരാതെ പോയാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോരുമല്ലോ കേട്ടോ. വൈകുന്നേരം ഒരു പോരുമ്പോഴേ പോരുള്ളൂ കേട്ടോ, അത് വേറെ സ്വഭാവമാണ്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേരുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്കൊന്നും ഉണ്ടാക്കണ്ട, അമ്മക്ക് ഉണ്ടാക്കുമ്പോൾ വലിയ പത്തിരിന്ന് കുറച്ച് പൊടി ഞാൻ കൊണ്ടുപോയിരുന്നു ആദ്യം. അന്ന് പത്തിരി ഉണ്ടാക്കി തരും ഉറക്കാണ്ട്. അപ്പോൾ മരങ്ങൾക്ക് ഇന്ന് പത്തിരി ഉണ്ടാക്കി തന്നാൽ മതിയായിരുന്നു കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കാൻ ഞാൻ വന്നില്ല, അന്ന് ഗതികേടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അപ്പം പത്തിരി ഉണ്ടാക്കി ചിക്കൻ കറി പിന്നെ ഇന്നലത്തെ ഉണ്ടായിരുന്നു അമ്മ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. പിന്നെ പോയിട്ട് കുട്ടികളും മക്കളൊന്നും ഇല്ല, കുട്ടികളും ഇല്ല, അമ്മയ്ക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു പൊരിയൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഞാനത്തെ കുറച്ച് ബാക്കി ഉണ്ടായി, അതോ തട്ടിയൊക്കെ ജ്യൂസ് കേട്ടോ. മുന്തിരി ജ്യൂസും പിന്നെ കക്കിരി ജ്യൂസും അടിച്ചു കേട്ടോ. മുന്തിരി ഉണ്ടായിരുന്നു 2 ദിവസം മുന്നേ വാങ്ങിക്കൊണ്ടയച്ച്, അതും ഉണ്ടായിരുന്നു. പിന്നെ കക്കിരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും അടിച്ചു. ദാഹമല്ല മാറേണ്ടത് നമ്മൾ നോമ്പ് നോറ്റാൽ. അപ്പോൾ അത് 2 ജ്യൂസും അടിച്ചു. അത് ഇട്ടുണ്ടായി ജ്യൂസ് അടിച്ചിട്ടോ. വേറെ ഒന്നും ഉണ്ടാക്കില്ല. ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ നല്ലൊരു സാധനമെല്ലാം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ എൻ്റെ പാത്തൂസിനൊക്കെ നല്ലോണം എന്തെങ്കിലുമൊക്കെ കഴിക്കണം അങ്ങനെ ഒരു ഇതാണല്ലോ. അത് വേണം ഇത് വേണം എന്നൊക്കെ അവിടെ ചെന്നിട്ട് എന്തായാലും മരുവിക്ക് നല്ല ഇളക്കന്നെ. ഓൾക്ക് വത്തക്കാണ് വേണ്ടത്, വത്തക്ക അവിടെ ഉണ്ടായില്ല. പിന്നെ ചെറിയ കഷ്ണം. അപ്പം ഞാൻ മുറിച്ചൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോമ്പ് തുറക്കാറുണ്ട്. അത് മതിയാറുണ്ട്. കാരക്കയും ജ്യൂസും പിന്നെ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ, പഴുത്ത ചക്ക. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പഴുത്ത ചക്ക മതി നോമ്പ് തുറക്കാൻ. അത് 2 എടുത്ത് ഞാൻ അങ്ങനെ വെച്ച് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ നോമ്പെല്ലാം തുറന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും എണ്ണക്കടി അതൊന്നും തിന്നാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാൻ. ഓൻ്റെ വകയാണ് പറയുന്നത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇടയ്ക്കൊരിളക്കം വരുന്നത് അത്. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ചായ അടിച്ചാൽ നിൽക്കുമ്പോഴാണ് ബാബു വന്നത് കേട്ടോ. ബാബു നമുക്ക് ബിരിയാണി കൊണ്ട് വന്നതാണ് കേട്ടോ. അതിപ്പോൾ ഏതായാലും കുരുത്തത്തിൽ ഞാനും ഉണ്ടല്ലോ അവിടെ. അങ്ങനെ ഞാൻ കുറച്ച് എടുത്ത് വെച്ചാൽ കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം നോമ്പ് ഇറക്കുമ്പോൾ തന്നെ ബിരിയാണി എനിക്ക് കയറ്റേണ്ടത്. അങ്ങനെ 2 പത്തിരി ഇന്നാൾ പോയിട്ടാണ് ഞാൻ പത്തിരി ഉമ്മാൻ്റെ കോഴിക്കറിയും കൂട്ടിയിട്ട്. പത്തിരി തന്നെയായിരുന്നല്ല, കോഴിക്കറി ഉമ്മ ഉണ്ടാക്കിയ ആ കോഴിക്കറിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അത് കൂട്ടണം കരുതി അങ്ങനെ ചായയും കടിയും കുടിച്ചിട്ടുണ്ടോ. എന്തായാലും നമുക്ക് ബിരിയാണി കിട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് ലേമും ഇതൊക്കെ കിട്ടിയിട്ടോ. ചിൻസന കൊടുക്കുന്ന അടുത്ത നോമ്പറക്കലിന് ബാക്കിയാണെന്നെല്ലാം പറഞ്ഞു. പൊക്കവട അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ നോമ്പ് തുറക്കാൻ നമ്മൾ പലഹാരം റെസിപ്പിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നാളെ നോമ്പ് തുറക്കുമ്പോഴത്തേന് ഇൻഷാ അല്ലാഹ് കുട്ടികൾ ഇടങ്ങാറായിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് വൈകുന്നേരം പോവും. നാളെ നോമ്പ് തുറക്കുമ്പോഴത്തെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ. റെസിപ്പി പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറയലേ ഉള്ളൂ. കാരണം ഉണ്ടാക്കുന്ന ഘട്ടമായിട്ട് കാണിച്ചെന്നുണ്ടെങ്കിൽ കുട്ടി കിടന്നുറങ്ങണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവിടെ വേണോളെ നോക്കാൻ. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നിട്ട് ആർക്കെങ്കിലും അങ്ങനെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയണമെന്നില്ല, ഒരു കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഞാൻ അത് മാത്രം കാണിച്ചു തരും കേട്ടോ, ഉണ്ടാക്കുന്ന പറഞ്ഞു തരും ചെയ്യും. അപ്പോൾ നമ്മളെ പാത്തൂസ് ഇവിടെ കളിക്കുന്നുണ്ട്. പാത്തു ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ കണ്ടോ, ഓളിതിൽ ഓടിക്കളിച്ചുണ്ടോ. അപ്പോൾ കൂട്ടുകാരോട് പറയാൻ ഇന്ന് വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ രാത്രിക്കത്തെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ചക്ക കിട്ടി കേട്ടോ അമ്മക്ക്. അമ്മയുടെ വീട്ടിൽ നിന്ന് കൊടുങ്ങാനാണ് ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ഇങ്ങനെ ചുള പറിച്ചെന്ന് നാളെ അവിടെ പോയിട്ട് ചക്ക കൂട്ടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാളത്തെ വീഡിയോയിൽ നമ്മൾ ചക്ക കൂട്ടാൻ കേട്ടോ. അപ്പോൾ
കൂട്ടുകാർ നമ്മളെ വീഡിയോ എല്ലാവരും മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ നിങ്ങളെ ഫാമിലിക്കോ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിച്ചണേ മറക്കരുത്. നിങ്ങൾ ലൈക്ക് അടിച്ചുകൊണ്ടാണ് നമ്മളെ ബാക്കിയുള്ള കൂട്ടുകാരെ കയ്യിലല്ല നമ്മളെ വീഡിയോ എത്തുള്ളൂ. അപ്പം എന്നാൽ നമ്മളെ 19ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. വീട്ടിലായതുകൊണ്ട് അധികം പറയാനൊന്നുമില്ല. നമുക്ക് കുഴപ്പമില്ലാതെ അങ്ങനെ ഒപ്പിച്ച് പോകുന്നില്ല. അവിടെ നോമ്പ് തരായതുകൊണ്ട് ഇതിനൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതില്ല. പിന്നെ കുറച്ച് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയിരുന്നു. അതേപോലെ തന്നെ ഞാൻ അത് ഇറങ്ങാൻ നിന്നപ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാൻ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താനൊക്കെ കരുതിയിട്ടോ. ഹോമിയോൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിലുണ്ട്. എന്തിനറിയോ, ഞാൻ ഓക്കെ ബിരിയാണി വേണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു കേട്ടോ, ഡോക്ടർ എനിക്ക് ഓക്കെ ബിരിയാണി. ഡോക്ടർ പറഞ്ഞാൽ എന്താ അറിയുമോ, ലേസ് ഒരു കാരണവശാലും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കരുതെന്നാണ് കേട്ടോ. ലേസ് വാങ്ങിക്കൊടുക്കാൻ പാടില്ല എന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. അതേപോലെ തന്നെ അവനോട് ചോദിച്ചത് ഫോണിൽ കളിക്കലുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഡോക്ടർ. അപ്പോൾ എനിക്ക് ഡോക്ടറോട് പറഞ്ഞാൽ ഫോണിൽ കളിക്കുന്നതിനൊരു സമാധാനമാണ്. ഡോക്ടർ ഭയങ്കര പേടിയാണ്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഫോണിൽ കളിച്ച് കഴിഞ്ഞാൽ ഇത് വഴി വരും, ഡോക്ടർ പന്ത് കളിച്ചാൻ പോകുമ്പോൾ ഇതേ വരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടി ഫോൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ എനിക്ക് ഫോൺ വേണ്ട, ഫോണില്ലാതെ തന്നെ ഭക്ഷണം കഴിക്കാൻ നല്ല നോമ്പാണ്. അപ്പം എന്നാൽ കൂട്ടുകാർ കൂടുതലായും വലിച്ചു നീട്ടി പോകുന്നില്ല. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞോളാം. അപ്പോൾ ഇത് കൂട്ടുകാർ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഓക്കെ ബൈ. ഉമ്മയും ചാറ്റി ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരത് ഞാനും പാത്തൂസും കൂടെ ഡോക്ടർക്ക് പോകാൻ വേണ്ടിയിട്ട് മാറ്റി ഇറങ്ങിയപ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് തന്നെ ഒരു അബ്ബ കൊടുത്താന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അബ്ബെല്ലാം അപ്പോൾ തരുമോ കേട്ടോളൂ. ഒരബ്ബ കൊത്താ ഒരബ്ബ കൊത്താ അബ്ബ കൊത്താ കൊന്ന ഒരബ്ബ കൊത്താ ഒരബ്ബ കൊത്താ അബ്ബ കൊത്ത അബ്ബ എല്ലാം ആയില്ല കൊട്ടി കൊടുത്താനി മണിമുത്ത് എല്ലാം ആയില്ലല്ലോ മഞ്ഞുത്താനി. അങ്ങനിപ്പോൾ ഞാനും നിച്ചുമോനും കൂടി ഹോമിയോൻ്റെ എത്തിയിരിക്കണ വീഡിയോ ആണ് ഇട്ടത്. ഹോമിയോൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ ആൾക്കാരൊന്നും വല്ലാതൊന്നുമില്ല, 3 ആളെ ഉണ്ടായിരുന്നുള്ള പോലെ ഞങ്ങൾ കാണിച്ച്. ലാസ്റ്റ് ഞങ്ങൾ 3ാമത്തേനെ അപ്പോൾ മരുന്ന് വാങ്ങാൻ വേണ്ടി കാത്തിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ റേഷൻ കടയിൽ പോയിരുന്നു. റേഷൻ കടയിൽ പോയിട്ട് സാധനമെല്ലാം വാങ്ങിയിട്ട് അപ്പാടെ വെച്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ കൂട്ടുകാർ ഇന്ന് ഞാൻ നോമ്പ് തുറന്നിരിക്കണം ഇതുകൊണ്ടൊക്കെയാണ് കേട്ടോ. ഈ സാധനങ്ങൾ കൊണ്ട് ഇത് ഒന്ന് മുന്തിരി ജ്യൂസും ഒന്ന് കക്കിരി ജ്യൂസും പിന്നെ കുറച്ച് ചക്ക ഉണ്ടായിരുന്നു, അതും കൊണ്ടൊക്കെ നോമ്പ് തുറന്നു കേട്ടോ. അപ്പം അതിന് ശേഷം അത് ക്ലബ്ബിൽ നിന്ന് കൊടുന്നു തന്നതാണ് കേട്ടത്. പൊക്കവടയും കുറച്ച് ലൈമും അതേപോലെ കുറച്ച് ബിരിയാണിയൊക്കെ കൊടുന്നു തന്നെ കേട്ടോ. അതൊക്കെ ഉണ്ട്. അപ്പം ഉമ്മ അവിടുന്ന് ഉമ്മക്ക് വേണ്ടൊക്കെ എടുത്തിട്ട് ബാക്കി വെച്ച് തന്നിട്ടോ. ഇനി ഇജ്ജ് കൊണ്ടേക്കോ വെറുതെ കളയണ്ടല്ലോ ഇറങ്ങണ്ട. അങ്ങനെന്താ പാത്തൂസിനെ ഞാൻ ഇവിടെ കൊടുന്ന് കസാലയിൽ ഇരുത്തിയതാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അതിലിരിക്കും, പിന്നെ കളിച്ചാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അവള്. എങ്ങനെ അറിയാം, താഴത്തേക്ക് ഇറങ്ങിക്കാണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ അവൾ ഒറ്റക്ക് എണീറ്റ് നിന്നതാണ് കേട്ടോ അത് കസേരയിൽ. അപ്പോൾ കൂട്ടുകാർ നമ്മൾ ഇനി വീഡിയോ വലിച്ച് നീട്ടി കൊണ്ടുപോകണമെന്നില്ല കേട്ടോ. അപ്പം ഇനി നാളത്തെ വീഡിയോയിൽ കാണാൻ നമ്മളെ നോമ്പറക്കുന്ന തിരക്കും വിശേഷങ്ങളും ഒക്കെ കേട്ടോ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ബൈ. പാത്തൂസിൻ്റെ കിന്നാരക്കളി ഞാൻ ഇരിക്കുന്നില്ലത്.